ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് ഒരു രണ്ട് ഏത്തക്കായ അല്ല പച്ചക്കായ വെച്ചിട്ടൊരു തോരനാണ് കാണിക്കുന്നത്, ഉലർത്താണ് കാണിക്കുന്നത്. പച്ചക്കായ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയ ശേഷം വെള്ളം കൂടി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയുള്ളി 5-6 ചെറിയുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മൾ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 1/2 സ്പൂൺ. അത് ചിലവർ ഇടാറില്ല, ഞാനിപ്പോൾ ഇടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ട. അപ്പോൾ അതേ ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചിലവർ ചേർക്കാറില്ല, അത് ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് ഒട്ടും വെള്ളമില്ലാതെ നമുക്കൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏത്തക്കായ വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏത്തക്കായ അല്ല ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കായയ്ക്ക് എന്ത് പേര് പറയുന്നത് നിങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത്തക്കായ വെച്ചിട്ടാണ് ഞാൻ കൂടുതലും ഇത് ചെയ്യുക. ഈ ഒരു കായ ഞാൻ സാധാരണ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുക. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മളൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിക്കാം. നിങ്ങൾക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇടാം. അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ച ശേഷം ഇനി ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു തേങ്ങയും പിന്നെ പച്ചമുളക് 3 വലിയ പച്ചമുളകും പിന്നെ കറിവേപ്പില ഒക്കെ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ഉപ്പും ചേർക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വെള്ളമൊന്നും വേണ്ട, വേവാനായിട്ട് പെട്ടെന്ന് വേകുകയും ചെയ്യും. നമുക്ക് കുറച്ച് കുഞ്ഞായി അരിഞ്ഞെടുത്താൽ മാത്രം മതി, അത്രയേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് കറ കളഞ്ഞിരിക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. കറ കളയാനായിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായി 2-3 തവണ കഴുകിയ ശേഷം നല്ല വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കറ പോയി കിട്ടും കേട്ടോ. ഇത് ഉപ്പ് ആവശ്യത്തിന് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നന്നായി ഇളക്കി കൊടുത്തിട്ട് അധികം വഴറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് പച്ചക്കായ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വെള്ളം 1-2 സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ആവി കയറ്റിയെടുത്ത് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ പച്ചക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായി കഴുകിയെടുത്ത പച്ചക്കായയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മറിച്ച് ഒരു 10 മിനിറ്റ് സമയം മതി നമുക്കത് വെന്ത് വരാനായിട്ട് കേട്ടോ. നോൺ സ്റ്റിക്ക് അതുകൊണ്ട് അടി പിടിക്കത്തില്ല. വേറെ പാത്രമാണെങ്കിൽ 1-2 സ്പൂണും 3-4 സ്പൂണും വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചില സമയം അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പച്ചക്കായ പറയുമ്പോൾ ചില സമയം അടിക്ക് പിടിക്കും. മൂത്തതാണെങ്കിൽ അത്ര അടിക്ക് പിടിക്കില്ല തോന്നുന്നു. അപ്പോൾ ഞാനിതേ മൂടി വെച്ചിട്ട് കണ്ടല്ലോ ആവി പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുളക് പൊടി കുറച്ചുകൂടി ചേർത്തെങ്കിൽ കുറച്ചുകൂടി നല്ല കളർ വന്നിട്ടുണ്ടാകും. ഞാൻ അതിന് പകരമായിട്ട് ഇതിൽ ചേർത്തേക്കുന്ന പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതാണ് വലുതായിട്ട് എടുത്ത് കാണുന്നത്. അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി ഞാൻ മൂടി വെക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നാട്ടിലും ഈ ഒരു കായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ചില നാടുകളിൽ ഇത് തൈര് ഒഴിച്ച് തേങ്ങയും തൈരൊക്കെ ഒഴിച്ച് വെക്കാറുണ്ട്, പച്ചടി പോലെ വെക്കാറുണ്ട്, പിന്നെ മെഴുക്ക് വരട്ടി ആക്കാറുണ്ട്, അങ്ങനെയൊക്കെ പലതും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സംഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് കുക്കഡായോ നോക്കാം. ഞാൻ എടുത്തിട്ട് ഒന്ന് അമർത്തി നോക്കുമ്പോൾ സംഭവം സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചോറിന് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ടുള്ള കറികളൊക്കെ അല്ലേ നമ്മളെ നോക്കിക്കതേ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കൂ.